ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നീറ്റും ബോർഡ് എക്സാമും തമ്മിൽ നമുക്ക് എങ്ങനെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ മാക്സിമം ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുക അങ്ങനെയൊന്നുമല്ല. ഞാൻ എങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം മാനേജ് ആക്കിയത്, പിന്നെ കുറച്ച് കമൻസിനുള്ള ഒരു റിപ്ലൈയും കൂടിയാണ് ഈ ഒരു വീഡിയോ. ഒന്നാമത്തെ ഒരു കമൻറ്റ് ഞാൻ കൂടുതൽ ആളുകളും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഇത് പല വെർഷനായിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ എൻ്റെ മെയിനായിട്ടുള്ള തീം എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് തന്നെ പറയാൻ പറ്റും. അതായത് +1 നേരെ നീറ്റ് നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ +1 നീറ്റേ നോക്കിയിട്ടില്ല. സോ +2 ഇനി നീറ്റ് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതായത് ഗായ്സ്, നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊരു ബാച്ച് എടുത്ത് നോക്കൂ, ഇപ്പോൾ സൈലം, എഡ്യൂപോർട്ട്, അതുപോലെ തന്നെ ബ്രില്യൻറ്റ് പോലുള്ള ഏതൊരു ബാച്ചിലും നിങ്ങൾക്ക് ഒരു വർഷത്തെ +2 പ്രോഗ്രാമിൽ +1 പോർഷൻസ് കവർ ചെയ്യുന്ന പ്ലാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ സൈലത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സർട്ടൈൻ പീരീഡ് വരെ +2 പോർഷൻസ് ആണ്, അതിനുശേഷം +1 പോർഷൻസ് കവർ ചെയ്യും. എനിക്ക് തോന്നുന്നു ബ്രില്യൻറ്റിലാണെന്നുണ്ടെങ്കിൽ ആദ്യം +1 പോർഷൻസ് കവർ ചെയ്തിട്ടാണ് +2 പോർഷൻസ് കവർ ചെയ്യുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ അങ്ങനെ എന്തോ കണ്ടത്. ഞാൻ ഇങ്ങനെ പ്ലാൻസ് നോക്കിയ ടൈമിൽ കണ്ടിട്ടുള്ള എല്ലാത്തിൻ്റെ അകത്തും +1 പോർഷൻസ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാസ്റ്റിലുള്ള ടൈം വേസ്റ്റ് ആക്കിയെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇനിയുള്ള ടൈം നേരെ യൂട്ടിലൈസ് ചെയ്താൽ തന്നെ നിങ്ങളൊരു പെർഫെക്റ്റ് ആയിട്ടൊരു ബാച്ചൊക്കെ എടുത്ത് അവരുടെ കറക്റ്റ് പ്ലാനിൽ പോകണം. നിങ്ങൾ ബാക്ക്ലോഗ്സ് ഒന്നും ഇടാതെ കറക്റ്റായിട്ട് ഇനി പോയാൽ നിങ്ങൾക്ക് സെറ്റായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ലെവൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ ബാച്ച് ജോയിൻ ചെയ്യണമെന്നുള്ളത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കാൻ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അത് മതി. നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബ് ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിനും ഡിഫറെൻറ്റ് സാർമാർ എടുക്കുന്ന ക്ലാസ്സസ്, ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് ഏത് ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ എൻ്റെ അടുത്ത് കുറേ പേര് സജഷൻ ചോദിക്കാറുണ്ട്. സജഷൻ ചോദിച്ചാൽ എൻ്റെ അടുത്ത് ആകെ പറയാനുള്ളത് സൈലം മാത്രമേ കാണത്തുള്ളൂ. കാര്യം എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് അതിൽ നിന്നല്ലേ ഉള്ളൂ. ഞാൻ +1 അതാണ് പഠിച്ചത്. എനിക്ക് +1 കിങ്സ് 11 നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ അഫ്കോഴ്സ് എനിക്ക് +2 അതായിട്ടാണ് നോക്കുന്നത്. എനിക്ക് ബാക്കി ബാച്ചസിനെ പറ്റി പേഴ്സണലി അറിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ എല്ലാത്തിൻ്റെയും വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കി അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു. ഓൾമോസ്റ്റ് എഡ്യൂപോർട്ട്, ബ്രില്യൻറ്റ്, അതുപോലെ തന്നെ സൈലത്തിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി അവസാനം എനിക്ക് കൺവീനിയൻ്റ് എന്ന് തോന്നിയതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനെങ്ങനെ നീറ്റും അതുപോലെ തന്നെ ബോർഡും ഒരുമിച്ച് പഠിച്ചു പോകുന്നതെന്ന് പറഞ്ഞുതരാം. ഞാൻ നീറ്റിൻ്റെ 3 സബ്ജക്ട്സ് ഉണ്ടല്ലോ, അത് ബോർഡ് ഓറിയൻറ്റഡ് നോക്കാറില്ല. നീറ്റ് പേസ്റ്റ് മാത്രമേ ബയോളജിയും ഫിസിക്സ്, കെമിസ്ട്രി നോക്കാറുള്ളൂ. എന്നിട്ട് യൂണിറ്റ് എക്സാം അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം പോലെയുള്ളതൊക്കെ വരുന്ന ടൈമിൽ നമ്മുടെ യൂട്യൂബിൽ 1 ഷോട്ട് റിവിഷൻസ് കാണുമല്ലോ, ബോർഡ് ലെവൽ, അതിരുന്ന് കാണും. അപ്പോൾ അതിരുന്ന് കാണുമ്പോൾ ഓൾറെഡി നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ബാച്ചിൽ നമുക്ക് ബോർഡ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാറുണ്ട്. നീറ്റ് ബേസ്ഡ് ക്ലാസ്സിൽ ബോർഡ് ക്വസ്റ്റ്യൻസും അതിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കാണുമ്പോൾ കുറച്ച് ഹെൽപ്പ് ആവും. പിന്നെ ലാസ്റ്റ് ഫൈനൽ എക്സാമിനാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻഡ് ഗെയിമാണ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. കാര്യം നീറ്റ് ലെവലിൽ ആ ഒരു പോർഷൻ പഠിക്കുന്ന സമയത്ത് കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴും അറ്റൻഡ് ആക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി ചിന്തിച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ആക്കാനുള്ള ഒരു സ്കിൽ അവിടെ ഡെവലപ്പ് ആവും. അപ്പോൾ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതും കൂടെ മാനേജ് ചെയ്യുന്ന ഭയങ്കര ഹെക്റ്റിക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം നീറ്റ് നേരെ നോക്കിയാൽ തന്നെ നമുക്ക് ബോർഡും. പിന്നെ മെയിൻലി പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ ബോർഡ് എക്സാം മാർക്കും നീറ്റ് എക്സാമും തമ്മിൽ ഒരു രീതിയിലും ബന്ധമില്ല. നിങ്ങൾക്ക് ഒരു 50% മിനിമം മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അതിനപ്പുറത്തേക്ക് നിങ്ങൾ 90% വാങ്ങിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് നീറ്റ് എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ 90% കിട്ടിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് നീറ്റ് കിട്ടില്ല, അങ്ങനെ ഒന്നുമില്ല. എത്ര മാർക്ക് കിട്ടിയാലും ഒരു 50% ഒരു മിനിമം മാർക്കുണ്ട്. ആ ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ബോർഡിന് മാർക്ക് കുറഞ്ഞു അതുകൊണ്ട് എനിക്ക് നീറ്റ് കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. എത്ര പേരാ ഇപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. നമുക്ക് +2 നല്ല മാർക്ക് കുറഞ്ഞവർ. സൈലത്തിൽ തന്നെ ഒരു ചേട്ടൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. +2 ഫസ്റ്റ് തോറ്റിട്ട് രണ്ടാമത് എഴുതി ജയിച്ച ആൾ ഇപ്പോൾ ജിപ്മറിൽ MBBS പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അതൊന്നും ആലോചിച്ച് വിഷമിക്കരുത്. കാര്യം ഒരുപാട് പേര് പറയുന്നുണ്ട് എനിക്ക് +2 നേരെ മാർക്ക് കിട്ടിയില്ല, എനിക്ക് +1 എനിക്ക് നേരെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇനി നീറ്റ് പഠിക്കുന്നില്ല, എന്തിനാ വെറുതെ, അങ്ങനെയൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. സോ നിങ്ങൾ എന്തായാലും സ്വയം ഡീമോട്ടിവേറ്റ് ആവാതിരിക്കാൻ നോക്കുക. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, എന്തായാലും പഠിക്കുന്ന സമയത്ത് ഞാനിത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വാങ്ങും, അല്ലെങ്കിൽ ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇത് ക്രാക്ക് ചെയ്യണം എന്നൊരു ഫീല് ചെയ്യുക. അല്ലാതെ എനിക്ക് റിപ്പീറ്റ് ചെയ്യാനവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പോഴേ പലരും ആ ഓപ്ഷൻസൊക്കെ ആലോചിക്കുന്നത്. അങ്ങനത്തെ ഒരു ബാക്കപ്പ് പ്ലാൻ ഇപ്പോൾ വെക്കരുത്.
ലൈക്ക് യെസ്, നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക, നമ്മൾ മാക്സിമം നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, കിട്ടുക കിട്ടാതിരിക്കുക അതൊന്നും നമ്മളിപ്പോൾ ബാധിക്കുന്ന കാര്യമില്ല. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഓഫ് കോഴ്സ് റിപ്പീറ്റിംഗ് ഉണ്ട്, നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, നമുക്ക് ഇനിയും ടൈമുണ്ട്, അതെല്ലാം മുഖ്യമാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് വേണ്ടി എഫേർട്ട് ഇടുന്ന സമയത്ത് ഒരു ബാക്കപ്പ് പ്ലാൻ സ്വപ്നം കണ്ടുകൊണ്ടാവരുത്. അത് മാത്രം ആലോചിക്കുക. അപ്പം നമ്മളെപ്പോഴും സ്വപ്നം കാണുമ്പോൾ എന്ത് ചെയ്യുക, നമുക്കത് കിട്ടണം എന്നുള്ള ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.